ഇതേസമയം ഇന്ത്യ പാക് നയതന്ത്ര നടപടികൾ തുടരുന്നതിനിടെ ഭീകര സംഘടനകളെ സഹായിക്കാറുണ്ട് എന്ന് തുറന്നു പറയുകയാണ് പാക് പ്രതിരോധ മന്ത്രി ഖവാജ ആസിഫ്. ഭീകരവാദികൾ സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്നാണ് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധറും ന്യായീകരിക്കുന്നത്. പാകിസ്ഥാൻ ആണവായുധം കയ്യിലുള്ള രാജ്യമാണെന്ന് ഇന്ത്യ ഓർക്കണമെന്നും ഇഷാഖ് പറയുന്നുണ്ട്. വിവരങ്ങൾ പി ബസന്ത് തന്നെ നൽകും. ബസന്ത്, പാകിസ്ഥാന്റെ രാഷ്ട്ര നേതാക്കളുടെ നാവിൽ നിന്ന് തന്നെ വരികയാണ് എന്തൊക്കെ വിഷനീക്കങ്ങളാണ് അവർ ഇത്രയും കാലം നടത്തിയിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം പഹൽഗാമിലുണ്ടായ ചോര കളത്തിന് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് പാകിസ്ഥാന്റെ കൈകളാണെന്ന് കൂടി വ്യക്തമാവുകയാണ്. ആരൊക്കെയാണ് ഇത്തരം പ്രതികരണങ്ങൾ നടത്തിയിരിക്കുന്നത്? അതിനോടുള്ള ഇന്ത്യൻ മറുപടികൾ എങ്ങനെ? ദിവിഷ്, ഒരു വിദേശ വാർത്താ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഈ ഭീകരർക്ക് പാകിസ്ഥാനിൻ്റെ സഹായമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാക്കുകൾ നൽകുന്നത്, അല്ലെങ്കിൽ സൂചന നൽകുന്നത്. സ്കൈ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പ്രതിരോധ മന്ത്രി പറഞ്ഞത്, ഞങ്ങളിത് കഴിഞ്ഞ 3 ദശാബ്ദമായി ഇത് നടപ്പാക്കുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, അത് അമേരിക്കയുടെ ആവശ്യപ്രകാരമാണ്, അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി പറയുന്നുണ്ട് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി. ഇതിൽ അവർ വിഷയം ചർച്ച ചെയ്യുന്നത് താലിബാൻ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലാണ് ഇവയെല്ലാം വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ പറഞ്ഞത് വളരെ വ്യക്തമാണ്, ഈ കശ്മീർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഭീകരർക്ക് ഞങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ പാക് പ്രതിരോധ മന്ത്രി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെല്ലാവരും സ്വാതന്ത്ര്യ സമര പോരാളികളാണ് എന്നുള്ളൊരു വിശേഷണം കൂടി നൽകാൻ തയ്യാറാകുന്നുമുണ്ട്. പാകിസ്ഥാന്റെ വിദേശമന്ത്രിയും സമാനമായ പ്രസ്താവനയാണ് നൽകിയിട്ടുള്ളത്. ഈ ഭീകരവാദികളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് പാക് വിദേശമന്ത്രി ഇത്തരത്തിൽ ഭീകരവാദികളെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തിയിട്ടുള്ളത്.